നമസ്കാരം. എൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. ഒരു പുതിയൊരു ബിസിനസ് ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്താണ് ആശയമെന്ന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായും എല്ലാവരും അതത് മേഖലകളുമായി ബന്ധപ്പെടുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജീവിത വിജയം എന്നുള്ള ഒരു സർവേ നടത്തി ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന അക്കാദമി. ഈ അക്കാദമി നടത്തിയ സർവേയിൽ പറയുന്നത് എന്താണ് വിജയം എന്നായിരുന്നു. ഈ സർവേ പഠിക്കുന്ന കുട്ടികളായി ഈ ഒരു സർവേയിൽ ഇടപെട്ട സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. പഠിച്ചു കഴിഞ്ഞ ആളോട് ചോദിച്ച സമയത്ത് ഗെറ്റ് എ ബെറ്റർ ജോബ്, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞ് മറ്റു കാറ്റഗറിയോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഹാപ്പി ഫാമിലി ഉണ്ടായാൽ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ, ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞത് വെൽത്ത് ക്രിയേഷനാണ്, സമ്പത്തുണ്ടാക്കി കഴിഞ്ഞാലാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ സമ്പത്തുണ്ടാക്കുന്ന ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റും റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓഥറുമായിട്ടുള്ള വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നു 4 കാറ്റഗറി ആയിട്ടാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്ന് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് കീഴിലോ സ്ഥാപനങ്ങൾക്ക് കീഴിലോ ഗവൺമെൻറ്റിന് കീഴിലോ ജോലി ചെയ്യുന്ന ആളുകളാണ്. മറ്റൊരു കാറ്റഗറി സെൽഫ് എംപ്ലോയീസ് ആണ്. ഇവരുടെ സമയം ഇവർ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവർ എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിൽ വരും. കൂടാതെ സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുന്ന ആളുകൾ എല്ലാം തന്നെ സെൽഫ് എംപ്ലോയീസ് ആണ്. മറ്റൊരു കാറ്റഗറിയാണ് ബിസിനസ് കാറ്റഗറി. ഇവരാണ് ശരിക്കും ലോകത്തിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകൾ. കാരണം ഇവർ കോടികൾ മുതൽ മുടക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ സമയത്തെ ഉപയോഗിക്കുന്ന ആളുകളാണ്. മറ്റൊരു കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ബിസിനസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവില്ല. ഇവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയാണ് ലോകത്തിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ 95% ആളുകളും എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് ഉള്ള ആളുകളാണ്, ലെഫ്റ്റ് സൈഡ് ക്വാഡ്രൻ്റിലുള്ള ആളുകളാണ്. പക്ഷേ 5% സമ്പത്ത് മാത്രമേ ഇവരുടെ ലോകസമ്പത്തിൻ്റെ സമ്പത്ത് മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. പക്ഷേ വെറും 5% മാത്രമേ ആളുകൾ മാത്രമേ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ 95% സമ്പത്തും ഇവരുടെ കയ്യിലാണുള്ളത്. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ലെഫ്റ്റ് സൈഡ് ക്വാഡ്രൻ്റിലുള്ള ആളുകൾ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ഇവരൊറ്റയ്ക്കാണ് അധ്വാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലിമിറ്റഡ് ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്റ്റീവ് ഇൻകമാണ്. ഇവർക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ വരുമാനം കിട്ടുന്നുള്ളൂ. ഇവർ കുറച്ചു കാലം പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് അവർക്ക് പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഈ ബിസിനസ് കാറ്റഗറിയുടെ പ്രത്യേകത? ഇവർ ടീം എഫേർട്ടാണ്. ഇവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ടീമിനെ കൊണ്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യിക്കുന്നു. ആ സിസ്റ്റം ഇവർക്ക് വരുമാനം തരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ഇവർ ഫ്രാഞ്ചൈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പീപ്പിൾസിനെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇവർക്ക് അൺലിമിറ്റഡ് ഇൻകം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാസീവ് ഇൻകമാണ്. ഇവർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും വരുമാനം കിട്ടും. നമുക്കറിയാം വലിയ വലിയ ബിസിനസ്സുകാർ, കൊച്ചി ചിറ്റിലപ്പള്ളി പോലുള്ള, യൂസഫ് അലിയെ പോലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ വി ഗാർഡിൻ്റെ ഓണറായിട്ടുള്ള കൊച്ചി ചിറ്റിലപ്പള്ളി കുറച്ചു കാലത്തെ എഫേർട്ട്, ഇന്ന് അദ്ദേഹം ചാരിറ്റി പോലുള്ള മേഖലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ടീം എഫേർട്ടാണ്. ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണിവർ. ഇന്ന് ലെഫ്റ്റ് സൈഡ് ക്വാർട്ടറിൽ നിന്ന് റൈറ്റ് സൈഡ് ക്വാർട്ടറിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്ക് വേണം. ഇന്ന് ഇദ്ദേഹം പറയുന്നു ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കില്ലാത്തൊരു മേഖല ഇന്ന് ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. വിത്തൗട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ദ ഓൺലി വേ ടു ക്രിയേറ്റ് ട്രൂ വെൽത്ത് ഈസ് ത്രൂ ഡയറക്റ്റ് സെല്ലിംഗ് ഓർ കമ്മ്യൂണിറ്റി കൊമേഴ്സ്. ഇന്ന് ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കില്ല ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു മേഖല ഇന്ന് ലോകത്തിൽ വളരുന്നുണ്ട്. ആ മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്. എന്താണെന്ന് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഒരു ഉൽപ്പന്നം മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറിലേക്ക് നേരിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുന്നത് ഇടനിലക്കാരുടെ ഒരു നെറ്റ്വർക്ക് ത്രൂ ആണ്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് കൺസ്യൂമറിലേക്ക് ഉൽപ്പന്നം എത്തുന്നത്. കൂടാതെ കോസ്റ്റ്ലി അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. വലിയ സെലിബ്രിറ്റികളാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇവർക്ക് പ്രതിഫലമായിട്ട് വാങ്ങുന്നത് കോടികളാണ്. ടോട്ടൽ എടുത്ത് നമ്മൾ ഇതിനെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശരി
ടോട്ടൽ MRPയുടെ 60% പോകുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാരുടെയും കൈകളിലേക്കാണ്. ഒരു 10 രൂപയുടെ ഒരു സോപ്പ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ സോപ്പിൻ്റെ 4 രൂപ മാത്രമേ മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് വരുന്നുള്ളൂ. ബാക്കി 6 രൂപ പോകുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായിട്ടാണ്. ഇവിടെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി വ്യത്യസ്തമാവുന്നത്. ഇവിടെ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റായിട്ട് ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇടനിലക്കാരുടെ ശൃംഖല മാറ്റി, വിതരണക്കാരുടെ ശൃംഖല മാറ്റി കൺസ്യൂമേഴ്സിൻ്റെ ശൃംഖല സൃഷ്ടിക്കുന്നു. കൺസ്യൂമറെ വിതരണക്കാരനാക്കുന്നു. നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്, വലിയ വലിയ സെലിബ്രിറ്റികൾ വരുന്ന സമയത്ത്, പരസ്യത്തിന് വരുന്ന സമയത്ത് ഇവിടെ മൗത്ത് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന വാഴ്മൊഴി പരസ്യം എന്ന് പറയുന്ന ഒരു പരസ്യത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ 40 മുതൽ 60% വരെ എക്സ്പെൻസ് സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു കരിയറാക്കി മാറ്റാം. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് യുവർ ബ്രാൻഡ് വിത്ത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. റീസണബിൾ പ്രൈസുള്ള ഉൽപ്പന്നങ്ങൾ. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? സാധ്യത എന്താണ്? റെഗുലേറ്റർ ഫോർ ഡയറക്റ്റ് സെല്ലിംഗ് സൂൺ. ടെലിഫോൺ അതോറിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ട്രായ് ഉള്ളതുപോലെ, ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ സെബി ഉള്ളതുപോലെ, ഇൻഷുറൻസ് മേഖലയെ കൺട്രോൾ ചെയ്യാൻ IRDA ഉള്ളതുപോലെ, ബാങ്കിങ് സെക്ടറിനെ കൺട്രോൾ ചെയ്യാൻ RBI ഉള്ളതുപോലെ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലേറ്ററി വരാൻ പോകുന്നു. അടുത്തത് 2025 18 മില്യൺ യൂത്തിന് ജോബ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഒരു കരിയറായിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ആളുകൾ 18 മില്യൺ. കൂടാതെ ഈ മേഖലയ്ക്ക് സെൻട്രൽ ഒരു മിനിസ്റ്ററുണ്ട്, ഫുഡ് ആൻഡ് കൺസ്യൂമർ മിനിസ്റ്റർ ആയിട്ടുള്ള രാംവിലാസ് പാസ്വാൻ ഇതിൻ്റെ മിനിസ്റ്ററാണ്. കേരളത്തിലെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഫുഡ് ആൻഡ് കൺസ്യൂമർ മിനിസ്റ്റർ ആയിട്ടുള്ള P. തിലോത്തമൻ ഇതിൻ്റെ കേരളത്തിലെ ചുമതലയുള്ള മിനിസ്റ്ററാണ്. വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മാർഗരേഖ ഇവിടെ ഇറക്കി കഴിഞ്ഞു. ഒരു പുസ്തകമായിട്ട് ആളുകളിലേക്ക് ഇറക്കി കഴിഞ്ഞു. ഈ ഇൻഡസ്ട്രി എങ്ങനെ സെലക്ട് ചെയ്യണം, ഏത് കമ്പനിയെ സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള കമ്പനികളാണ് പ്യുവർ കമ്പനികൾ എന്നുള്ള രീതിയിൽ മാർഗരേഖ ഇറക്കി കഴിഞ്ഞു. തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ CITU, INTUC, BMS, STU പോലുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഇൻഡസ്ട്രിയെ വലിയ സാധ്യത, സമഗ്ര വളർച്ച രേഖപ്പെടുത്തി ഡയറക്റ്റ് സെല്ലിംഗ് വ്യവസായം പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി. 2018-19 ഈ മേഖലയിലെ വിറ്റുവരവ് 13,000 കോടിയായി ഉയർന്നു എന്ന് പത്രങ്ങളിൽ വരുന്നു. 16% വളർച്ചയാണ് കാണിച്ചതെന്ന് പറയുന്നു. 2018-19 ഡയറക്റ്റ് സെല്ലിംഗ് വ്യവസായം ഖജനാവിലേക്ക് അടച്ചത് 2,500 കോടി രൂപയാണെന്ന് പത്രങ്ങൾ ഔട്ട് ചെയ്യുന്നു. വലിയ സാധ്യത. ഗവൺമെൻറ്റിലേക്ക് രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്നൊരു ഇൻഡസ്ട്രിയാണെന്ന് എല്ലാ മാർക്കറ്റിംഗ് എക്സ്പേർട്സും സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി. അത്രയും സാധ്യതയുള്ളൊരു മേഖല. ഡയറക്റ്റ് സെല്ലിംഗ് കൂടാതെ മറ്റൊരു ഇൻഡസ്ട്രിയെയും കൂടി ക്ലബ് ചെയ്യുന്നു നമ്മൾ. വെൽനസ് ഇൻഡസ്ട്രി. വെൽനസ് എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ആളുകളാണ്. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുക്കാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മളോട് ഓൾറെഡി മിനിസ്റ്റേഴ്സൊക്കെ പറയുന്നത് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ. വെൽനസ് ഇൻഡസ്ട്രി വലിയ രീതിയിൽ വളരാൻ പോകുന്നു. പോൾ സെയിന്റ് പിൽസർ പറയുന്നു നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന്. ഇദ്ദേഹം അമേരിക്കയുടെ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തി കൂടാതെ ഓൺലൈൻ സെയിൽ, ഈ 3 ഇൻഡസ്ട്രികളെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി ഡ്രൈവ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഈ കമ്പനിയുടെ പ്രൊഫൈൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു ഇൻഡസ്ട്രി വലിയ സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടുത്താം. 2013 ഓഗസ്റ്റ് 14 ഡൽഹി ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 600 മേലെ ബ്രാഞ്ചുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. കോർപ്പറേറ്റ് മെമ്പർ ഇൻ ഫിക്കിയിൽ മെമ്പറാണ്. മെമ്പർ ഇൻ FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനിൽ മെമ്പറാണ്.
വളരെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റിക്രൂട്ടിംഗ് ഏജൻസി ഓഫ് സ്കിൽ ഇന്ത്യ. നമ്മുടെ കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റി പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഇത്. കാരണം സ്കിൽ ഇന്ത്യയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് സ്കിൽ ഇന്ത്യ. അതിൽ നമ്മളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഡയറക്റ്റ് സെല്ലിംഗ് നമ്മുടെ കമ്പനിയെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ഇൻ ഇന്ത്യ 2019 ബെസ്റ്റ് വെൽനസ് ബ്രാൻഡിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ബ്രാൻഡായിട്ടുള്ള എലമെൻറ്റ്സ് വെൽനസ്സിനാണ്. ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഡോക്ടർ DBA നാരായണനെ പോലുള്ള, ഡോക്ടർ KC ഗൗന്ദനെ പോലുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സയൻറ്റിഫിക് വിങ്. കൂടാതെ ഓൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഉൽപ്പന്നങ്ങളെപ്പറ്റിയും സിസ്റ്റത്തെപ്പറ്റിയും കമ്പനിയെപ്പറ്റിയും പഠിപ്പിക്കാൻ ഓവർ ഇന്ത്യ പഠിപ്പിക്കാൻ വേണ്ടി ഹാർവസ്റ്റ് സക്സസ് അക്കാദമി ഡോക്ടർ KK രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഡ്രൈവ് ചെയ്യുന്നു. 22 ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ഇന്ന് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി ആയുർവേദത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പലരും നമ്മളെ മിനിസ്റ്റേഴ്സ് വരെ പ്രചോദിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയുഷ് സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നു. അതിലുള്ള 22 ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബംഗ്ലാദേശ് സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞു. കൂടാതെ നമ്മുടെ US വരെ പ്ലാൻ ചെയ്യുന്നു, UAE പ്ലാൻ ചെയ്യുന്നു, മലേഷ്യ, ചൈന, നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലേക്ക് ചൈന ഇല്ല, നേപ്പാൾ പോലുള്ള രാഷ്ട്രങ്ങളിലേക്ക് കമ്പനി പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ജസ്റ്റ് ചേഞ്ച് യുവർ ബ്രാൻഡ്. ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആയുർവേദ കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. ആഹാർ എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് ആൻഡ് ബീവറേജസിലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. MI ഹോം എന്ന് പറയുന്ന ക്ലീനിങ് ഐറ്റംസിലേക്ക് നിങ്ങളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. ന്യൂ സ്റ്റാർ എന്ന് പറയുന്ന പേഴ്സണൽ കെയറിലേക്കോ, ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന വളങ്ങൾ, ജൈവ വളങ്ങളിലേക്കോ, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ന്യൂട്രീഷണൽ കെയർ, ബ്യൂട്ടി കെയർ ഉൽപ്പന്നങ്ങളിലേക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. ഈ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിതരണാവകാശം കിട്ടുന്നു. എന്തൊക്കെയാണ് ഈ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളെന്ന് ഞാൻ ഓടിച്ച് പറയാം. ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള 95, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ചവനപ്രാശമായിട്ടുള്ള കവചപ്രാശ്, പ്രോട്ടീൻ്റെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ, 3 തരം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ, ന്യൂട്രിലൈറ്റ് ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ്. കൂടാതെ നമ്മുടെ സ്പിർലിന ഒരു ബ്രെയിൻ ഫുഡാണ്. കൂടാതെ ഡയബാലൈഫ് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്രോഡക്റ്റ്. കൂടാതെ ഹെൽത്ത് കെയർ കാറ്റഗറിയിലുള്ള കഫ്നിൽ, ഡ്രൈ ആയിട്ടുള്ള കഫ്നിൽ എടുത്ത് പുറത്ത് കളയാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് കഫ് സിറപ്പാണ്. ലിവഗെയിൻ ലിവറിൻ്റെ ഫങ്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. വുമൻ കമ്പാനിയൻ നമ്മുടെ സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. മൾട്ടിഗട്ട് ബ്ലഡ് പ്യൂരിഫയർ ബ്ലഡിലെ അഴുക്കിനെടുത്ത് പുറത്ത് കളയാനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ്. യൂറിഫ്ലഷ് കിഡ്നിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. സ്റ്റോണുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ഫീലിംഗ് സിറപ്പ്. ക്യാപ്സ്യൂൾ കാറ്റഗറിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ. ലിവഗെയിൻ നേരത്തെ പറഞ്ഞ ലിവഗെയിൻ്റെ ക്യാപ്സ്യൂൾ. നോവേദന ക്യാപ്സ്യൂൾ ജോയിൻറ്റ് പെയിൻ റിലീഫറാണ് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. മുരിങ്ങ പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ്. മാൻ ശക്തിമാൻ സെക്ഷൽ പവർ ഇംപ്രൂവ് ചെയ്യാനും സ്പേം കൗണ്ട് കൂട്ടാനും പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഹാർട്ട് അറ്റാക്കിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ്. ബിലോ 37 ഫീവറിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. ചുക്കഷായം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. ഡെയിലി ഡീടോക്സ് ടോക്സിനെ റിമൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ്. 5 സ്ട്രെസ്സിനെ കൺട്രോൾ STS പവർ കൂട്ടാൻ പറ്റിയൊരു ബെസ്റ്റ് പ്രോഡക്റ്റ്. അമുക്കുരം പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള. ശാമ്പിത്തൈലം ഒരു മസാജിങ് ഓയിലാണ്. വൂണ്ട് ഹീലിംഗ് ക്രീം പൊള്ളലേറ്റ് കഴിഞ്ഞാൽ, മുറിവേറ്റ് കഴിഞ്ഞാൽ, സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാറ്റിനും ബെസ്റ്റ് പ്രോഡക്റ്റ്. കൂടാതെ നോവേദന ജെൽ വേദനയ്ക്ക് അപ്ലൈ ആവുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ നമ്മുടെ പേഴ്സണൽ കെയർ ബ്യൂട്ടി കെയർ കാറ്റഗറിയിലുള്ള ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകളാണ് കാണിക്കുന്നത്. ഹെയർ ഓയിൽ ബെസ്റ്റ് ഹെയർ ഓയിൽ, മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ, നോർമൽ ഷാമ്പൂ, ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, പ്രീമിയം കാറ്റഗറിയിലുള്ള ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള 4-5 കാറ്റഗറിയിലുള്ള സോപ്പുകൾ. കൂടാതെ പേസ്റ്റ്, മെഡിക്കേറ്റഡ് പേസ്റ്റുകൾ നമുക്ക് വരുന്നു. ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. ഹോം കെയർ കാറ്റഗറിയിലേക്ക് ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ വരുന്നു. ബ്യൂട്ടി കെയർ കാറ്റഗറിയിൽ തീർന്നില്ല. ലോഷനുകൾ, ഒരുപാട് കാറ്റഗറി ലോഷനുകൾ. ഹാൻഡ് വാഷ്, സാധാ കാറ്റഗറിയിലുള്ള സോപ്പുകൾ. ഹെയർ ഓയിൽ, ഓർഡിനറി കാറ്റഗറിയിലെ ഹെയർ ഓയിൽ, ടാൽക്കം പൗഡറുകൾ. ഫുഡ് ആൻഡ് ബീവറേജസിൽ ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ. ചായപ്പൊടി പോലുള്ള ഉൽപ്പന്നങ്ങൾ. ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ്, ഡിറ്റർജൻറ്റ്,
ഫ്ലോർ ക്ലീനർ, ഗ്ലാസ് ക്ലീനർ, ഇതുപോലുള്ള ഒരുപാട് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിന് വളങ്ങൾ, ജൈവ വളങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ഒരുപാട് റേഞ്ച് ഓഫ് ജസ്റ്റ് ചേഞ്ച് യുവർ ബ്രാൻഡ്, സ്റ്റാർട്ട് ഓൺ ബിസിനസ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ സ്ലോഗൻ. എന്താണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്? നിങ്ങൾ ഓൺലൈനിൽ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങളൊരു ID ക്രിയേറ്റ് ചെയ്യണം. ഒരു 10 യുണീക്ക് ID നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ഈ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഏകദേശം 9 ടൈപ്പ് ബെനിഫിറ്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. റീറ്റെയിൽ, സെയിൽസ് ടേൺ ഓവർ ബോണസ്, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി, റാങ്ക് ഇൻകം, അവാർഡ്സ്, റോയൽറ്റി ഇൻകം, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. എന്താണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്? സെയിൽസ് ടേൺ ഓവർ ബോണസിനെ പറ്റിയാണ്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ബിസിനസ്, നല്ല പ്രോഡക്റ്റ്, ജസ്റ്റ് ചേഞ്ച് യുവർ ബ്രാൻഡ്. ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളെ കൂടെ ഈ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ടീമിൽ നടക്കുന്ന സെയിൽസിൻ്റെ ബ്രാഞ്ച് 1ലും 2 ബ്രാഞ്ചുകളിലായിട്ടാണ് നിങ്ങൾ ഓൾറെഡി വരുന്ന ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത്. ഇവരിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിൻ്റെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നടക്കുന്ന ബിസിനസ് വോളിയത്തിൻ്റെ മാച്ചിങ് വോളിയത്തിൻ്റെ 12% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത്. ഇവിടെ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ഒന്നും വരില്ല. എത്ര ഡെപ്തിലാണെങ്കിലും 12% നിങ്ങളുടെ പ്രോഫിറ്റ്. ബിസിനസ് വോളിയത്തിൻ്റെ 75% നിങ്ങൾക്ക് ബിസിനസ് വോളിയമായിട്ട് തരുന്നത്. എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ദിലീപ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തും നിങ്ങളുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഒരു 10,000 ബിസിനസ് വോളിയം എടുത്തിട്ടാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നതെന്ന് കരുതുക. ആ സമയത്ത് 1,200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു. ഇവർ പർച്ചേസ് കൂടുന്നു. ഇവരുടെ കൂടെ മറ്റുള്ള ആളുകളും ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. ഈ ബ്രാൻഡ് ചേഞ്ചിങ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ടേൺ ഓവർ കൂടുന്നു. ആ സമയത്ത് 20,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 2ലും നടന്നു. ആ സമയത്ത് 2,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു. ആഴ്ചയിലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത്. ഒരു വീക്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് 1ൽ 1 lakh ബിസിനസ് വോളിയം, മറ്റൊരു ബ്രാഞ്ചിൽ 2 lakh ബിസിനസ് വോളിയം ഈക്വലായിട്ട് വന്നോളണമെന്നില്ല. ഇങ്ങനെയും വരാം. ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാച്ചിങ് വോളിയം 1 lakh ആണ്. 1 lakhൻ്റെ 12,000 rupees നിങ്ങളുടെ വരുമാനമായിട്ട് വരുന്നു. ബാലൻസ് വരുന്ന 1 lakh നിങ്ങൾക്ക് നഷ്ടമാവുന്നില്ല. ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. 1 ലക്ഷം ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ടീമിൽ ബിസിനസ് നടക്കുന്നത് ആ സമയം വരെ കമ്പനി എന്ത് ചെയ്യുന്നു? ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. 5 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 4 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 2ലും നടന്നു വരിക. അപ്പോൾ നേരത്തെ മുകളിലുള്ള 1 ലക്ഷം ആഡ് ചെയ്തുകൊണ്ട് 60,000 രൂപ കമ്പനി വരുമാനമായിട്ട് ആഴ്ചയിൽ അയച്ചു തരുന്നു. 12%. ഇത് ഇങ്ങനെ വരുമാനം ടേൺ ഓവർ കൂടുന്ന വെച്ച് വരുമാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതി. അടുത്തത് കമ്പനിയുടെ മറ്റൊരു എങ്ങനെയാണ് ഇത് ടേൺ ഓവർ കൂടി വലിയ ഹ്യൂജ് വരുമാനമാവുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 10 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 2ലും നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 1,20,000 രൂപ ആ ആഴ്ച വരുമാനമായിട്ട് അതിൻ്റെ 12% കിട്ടും. എങ്ങനെയാണ് ഇത് വലിയ വരുമാനത്തിലേക്ക് വരുന്നത്? ഒരു വ്യക്തി കടന്നു വന്ന സെയിൽസ് ആയിട്ടാണ് കടന്നു വരുന്നത്. ഉൽപ്പന്നം ബോധ്യപ്പെട്ടാൽ റീപർച്ചേസ് ചെയ്യും. ബോധ്യപ്പെട്ടാൽ വീണ്ടും റെക്കമെൻഡ് ചെയ്യും. അതിനാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. സെൽഫ് യൂസേജ് കൂടും. ഞാൻ വരുന്ന സമയത്ത് ഇത്രയും റേഞ്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ ഇനിയും വരാൻ പോകുന്നു. ഹോം ഷോപ്പിംഗ് നടത്താറുണ്ട്. വീട്ടിൽ തന്നെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ബിസിനസ്സായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഈ ബിസിനസ്സിലുള്ള ടേൺ ഓവറുകൾ നടന്നുകൊണ്ടിരിക്കും. ഈ ടേൺ ഓവർ 1,000 വ്യക്തികൾ 1,000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ടേൺ ഓവറായി. ഇങ്ങനെ ടേൺ ഓവർ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ആഴ്ചയിൽ വരുമാനം വരുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു 60% മാറ്റി വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ വരുമാനം തരുന്നത്. അതുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് തരാൻ സാധിക്കില്ല. ഇതിനൊരു ലിമിറ്റ് വെച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ കമ്പനി 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും നടന്നാൽ കിട്ടുന്ന വരുമാനമേ പരമാവധി ആഴ്ചയിൽ തരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,10,000 രൂപയാണ് ആഴ്ച വരുമാനം പരമാവധി നമുക്ക് ഇതിനകത്ത് കൂടെ ലഭിക്കുന്നത്. ഇത് പരമാവധി ആഴ്ചയിൽ 2,10,000, മാസത്തിൽ 8,40,000, ഒരു വർഷം 1 കോടി പാക്കേജാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ചേഞ്ച് യുവർ ബ്രാൻഡ്. റെക്കമെൻഡ് ടു ചേഞ്ച് യുവർ ഫ്രണ്ട്സ്. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടേൺ ഓവർ കൂടി വരുന്നു. അടുത്തത് എങ്ങനെയാണ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒരു പേസ്റ്റ് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റാണ് അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ ഒരു പേസ്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ 55 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും.
ഒരു 10 പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 16,500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഒരു മാസം ഉണ്ടാക്കാം. ഒരു ദിവസം 10 പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യപ്പെട്ടാൽ. ഇതിൻ്റെ ഹോൾസെയിൽ പ്രോഫിറ്റായിട്ട് ഒരു പേസ്റ്റിന് 5 രൂപ 40 പൈസ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വേറെയും വരും. ഇങ്ങനെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ റീറ്റെയിലേഴ്സിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേൺ ഓവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. കൂടാതെ മാസ വരുമാനം പെർഫോമൻസ് ബോണസായിട്ട് ആഴ്ചയിൽ മാസത്തിൽ 1 ലക്ഷം ബിസിനസ് വോളിയം വരുവാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് മാസ വരുമാനം ഒരു സാലറി പോലെ തരുന്നു. ഇതൊക്കെ നിങ്ങൾ ആരാണോ ഈ പ്രസൻറ്റേഷൻ കേൾപ്പിക്കുന്ന അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അടുത്ത നിങ്ങളെ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഈ റീപർച്ചേസ് കപ്പാസിറ്റി കൂടിക്കൊണ്ട് നിങ്ങളുടെ ടേൺ ഓവർ കൂടുന്നത്. ഒരു 10 പേര് നിങ്ങളെ കൂടെ വന്നു, അവർ 1000 രൂപയുടെ പർച്ചേസ് ചെയ്തു, 1200 രൂപയാണ് നിങ്ങളുടെ വരുമാനം. നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും കൂടിക്കൊണ്ടേയിരിക്കും. 100 കസ്റ്റമേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, അവർ 1000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്നു, 12,000 രൂപയാണ് വരുമാനം. 100 കസ്റ്റമേഴ്സ് ഉണ്ട്, 2,000 രൂപയുടെ പർച്ചേസിലേക്ക് വന്നു, അവർ 24,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം. ഇങ്ങനെ 1000 കസ്റ്റമേഴ്സ് ഉണ്ട്, 2,000 രൂപയുടെ പർച്ചേസ് ചെയ്തു, 2,10,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം. ഇതുണ്ടാവുന്ന റീപർച്ചേസ് സിസ്റ്റത്തിലൂടെയാണ് ഡിയർ ഫ്രണ്ട്സ്. അടുത്തത് നോമിനേഷൻ ഫെസിലിറ്റി. നമ്മളില്ലെങ്കിലും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ സേഫ് ആയിട്ടുള്ളൊരു സാഹചര്യം, നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വരുമാനം അടുത്ത ജനറേഷനിലേക്കും കൂടി കമ്പനി എന്ത് ചെയ്യുന്നു? ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇങ്ങനെ 3 ജനറേഷൻ കമ്പനി ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾക്കൊരു ബ്രാൻഡ് ചേഞ്ചിങ്ങിലൂടെ പല കരിയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ. ഒരു ബ്രാൻഡ് ചേഞ്ചിങ്ങിലൂടെ ടോട്ടൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ വീഡിയോ കേൾപ്പിക്കുന്നത് അവരുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം ക്ലിയർ ചെയ്യുക. നിങ്ങൾക്കിന്ന് ലോകത്തിൽ തുടങ്ങാൻ പറ്റിയ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഭാഗമായി മാറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വ്യവസായം. ആ വ്യവസായത്തിൽ ഏറ്റവും നല്ല കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനിയെ നിങ്ങൾക്ക് ഏറ്റെടുക്കാനും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കട്ടെ. ഈ ഒരു മെസ്സേജ് ആൻ്റണി റോബിൻസിൻ്റെ ഒരു വേർഡിങ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഇൻ മൊമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഈസ് ഷേപ്പ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഇന്നലെ നമ്മൾ എന്തൊക്കെയോ ചെയ്തതിൻ്റെ എടുത്ത ഡിസിഷൻ്റെ ഫലമാണ്. നാളെ അനുഭവിക്കാൻ പോകുന്നതും ഇന്നെടുക്കുന്ന ഡിസിഷൻ്റെ ഫലമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസിഷനാണ് MI ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് MI ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് സാധിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ശ്രീജിത്ത് ശ്രീധരൻ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.